നമസ്കാരം. ദില്ലിയുടെ സമഗ്ര പുരോഗതിക്കായി രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ നിരവധി ശ്രദ്ധേയമായ നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയതുമാണ്. ഇപ്പോഴത്തെ ദേശീയ തലസ്ഥാനമായ ദില്ലിയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സർക്കാർ വൻ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് യൂട്ടീസ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പദ്ധതി പ്രകാരം 821.26 കോടി രൂപയാണ് കേന്ദ്രം ദില്ലിക്ക് അനുവദിച്ചത്. ഈ തുകയുടെ 66% ആദ്യ ഗഡുവായി ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നും ഇത് തലസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടുമെന്നും ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ദില്ലിയെ വികസിത ദില്ലി എന്ന ലക്ഷ്യത്തിലേക്ക് നൽകാനുള്ള ബി.ജെ.പി. സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, ശുദ്ധജലം, ഗതാഗതം, പാർപ്പിടം തുടങ്ങിയ പൊതുസേവന മേഖലകളിലെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് ഈ ഫണ്ട് വിനിയോഗിക്കുക. ഇതിൽ 716 കോടി രൂപ 33 പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും 105.26 കോടി രൂപ MRTS ഫേസ് 4 മുൻഗണനാ ഇടനാഴിക്ക് വേണ്ടിയും ഉപയോഗിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർക്ക് രേഖാ ഗുപ്ത നന്ദി രേഖപ്പെടുത്തി. ഈ വികസന പദ്ധതികൾ ദില്ലിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന് അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാ പദ്ധതികളും സമയബന്ധിതമായും സുതാര്യമായും നടപ്പാക്കുമെന്നും അവർ ഉറപ്പു നൽകി. അതേസമയം മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത അധികാരമേറ്റതിനു ശേഷം ദില്ലിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ധൂർത്ത് ഇല്ലാതാക്കുന്നതിനും ഇവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്തെ ശീഷ് മഹൽ പോലുള്ള കെട്ടിടങ്ങൾ ജനങ്ങൾക്കായി മാറ്റിവെക്കുമെന്നും താൻ അത്തരം ആഡംബരങ്ങളിൽ ജീവിക്കില്ലെന്നും പ്രഖ്യാപിച്ചത് അവരുടെ സുതാര്യമായ ഭരണത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൂടാതെ സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകിയത് ദില്ലിയെ 24/7 ബിസിനസ് കേന്ദ്രമാക്കുന്നതിനും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കാൻ CCTV നിരീക്ഷണം, യാത്രാ സൗകര്യം, സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയവ ഉറപ്പാക്കും. മഹിളാ സമൃദ്ധി യോജന പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 50,000 CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലഫ്റ്റനന്റ് ഗവർണറുമായും കേന്ദ്ര സർക്കാരുമായും മികച്ച സഹകരണം ഉറപ്പാക്കി ദില്ലിയുടെ വികസനം ത്വരിതപ്പെടുത്താൻ രേഖാ ഗുപ്ത പരിശ്രമിക്കുന്നുണ്ട്. വിവിധ വികസന സമിതികളെ ഏകീകരിച്ച് പുതിയ ഏകീകൃത സംവിധാനം രൂപീകരിച്ചത് ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഈ നടപടികളിലൂടെ ദില്ലിയെ ഒരു ആധുനികവും വികസിതവുമായ മഹാനഗരമാക്കി മാറ്റാനാണ് ബി.ജെ.പി. സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ദില്ലി സർക്കാർ തലസ്ഥാനത്ത് പുതിയൊരു വികസന പാത തുറക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.